ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ ആകെ കലി കയറിയിരിക്കുക. അപ്പോഴത്തേക്കും ശാരി അങ്ങോട്ട് ചെല്ലുക. ശാരിയുടെ ആ പോക്ക് കണ്ട് സരയു ചോദിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോടൊന്നും പറയണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാ. അത് കേട്ടത് മോളെ, ഞാൻ നിന്നോട് പറയാൻ വന്നത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരക്ഷരം നിങ്ങളെന്നോട് പറയണ്ട. നിങ്ങളെൻ്റെ അമ്മയല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളെന്നോടെല്ലാം പറയുന്നേ? മോളെ, എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു സമാധാനമുണ്ട്. എനിക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്താ സങ്കടം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. എൻ്റെയും എൻ്റെ കുഞ്ഞിനെയും നോക്കാൻ എൻ്റെ ഭർത്താവുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ചെയ്ത കാര്യം എനിക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല. ഇനി മേല ആ ബകാസുരൻ ഇങ്ങോട്ട് കാല് കുത്തിയാലുണ്ടല്ലോ, നിങ്ങളെയും ഞാൻ ഈ വീടിൻ്റെ പടിക്ക് പുറത്താക്കും. ഇല്ല മോളെ, അയാളിനി ഈ വീടിൻ്റെ പടിക്ക് ചവിട്ടില്ല. പക്ഷേ നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും നെഞ്ചുവേദന എടുക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് തെളിച്ച് പറയണം. അല്ലാതെ അവിടെ ഇവിടെയും കുത്തി മനസ്സിലാകാത്ത വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. മര്യാദയ്ക്ക് എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്താനായിട്ട് വന്നിരിക്കുക. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സമനില തെറ്റി നിങ്ങളെയും കൊല്ലും. അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക്. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്താ ഇങ്ങനെയൊക്കെ ഞാൻ പെരുമാറുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെൻ്റെ അമ്മയല്ലാത്തതുകൊണ്ട്. പിന്നെ മോളെ, നീ തന്നെ ഇങ്ങനെ പറയണം. ഞാൻ നിൻ്റെ അമ്മയല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമെങ്കിലും നിനക്ക് മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഞാൻ നിൻ്റെ അമ്മയല്ലെങ്കിൽ പിന്നെ നിനക്ക് ആ മിണ്ടാത്തവളെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ? അവളെ നിൻ്റെ അമ്മയായിട്ട് കാണാൻ കഴിയുമോ? അങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സത്യം അതല്ലേ, അവരല്ലേ എൻ്റെ അമ്മ. അവരെയല്ലേ ഞാൻ അമ്മയെന്ന് വിളിക്കേണ്ടത്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ നോക്കിയതും വളർത്തിയതും ഞാനാ. നീ എന്നെ അമ്മയെന്ന് വിളിച്ചത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒരിക്കലെങ്കിലും നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ മോളെ? ഇനി ഞാൻ എന്നെ അമ്മയായിട്ട് കാണാതിരിക്കാൻ കഴിയുമോ നിനക്ക് എന്നും ചോദിച്ചുകൊണ്ട് ശാരി കരയുക. ഓഹോ, എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. വെറുതെ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ എൻ്റെ മുന്നിൽ നിന്നും പോകാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിയെ സരയു ആട്ടിപ്പായിക്കുക. പക്ഷേ ശാരി പോകുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം മനോഹർ കയറി വരിക. മോളെ, നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് ഒന്നും ആർക്കും എടുത്ത് കൊടുക്കരുത്, പ്രത്യേകിച്ച് നിൻ്റെ ഭർത്താവിന്. എൻ്റെ ഭർത്താവിന് ഞാൻ എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങളുടെ ഭർത്താവിനെ പോലെയല്ല എൻ്റെ ഭർത്താവ്. എൻ്റെ മനുവേട്ടനെ സത്യസന്ധന, പാവ, എന്നെ സ്നേഹിക്കുന്ന ആളാ. ഈ വീട്ടിലിപ്പോൾ എന്നെ സ്നേഹിക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും ആപത്തിൽ എന്നെ കൂടെ നിർത്താനും എൻ്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം. ഞാൻ എവിടേക്കും പോകരുത്, നിങ്ങളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും ഉണ്ടാവണം. അതിനു വേണ്ടിയല്ല നിങ്ങളീ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനുവേട്ടനെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ മനുവേട്ടനെ പോലൊരു ഭർത്താവ് ഉള്ളതാണ് എൻ്റെ ഭാഗ്യം. അങ്ങേരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. ആത്മഹത്യയിലേക്ക് പോയാനെ. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളെ. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. വേണ്ട, നിങ്ങളൊരക്ഷരം പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് സരയു അങ്ങ് പോവുക. ഈ സമയം മനോഹർ അങ്ങോട്ട് വരികയാണ്. ആഹാ, ഞാനില്ലാത്ത സമയം നോക്കി ഓരോ കാര്യങ്ങളും അവളോട് പറഞ്ഞ് എന്നെ അവളെയും തമ്മിൽ പിണക്കാനുള്ള പരിപാടിയല്ലേ അമ്മായിയമ്മേ? എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ ഇപ്പം തന്നെ ആ രഹസ്യം അവളോട് തുറന്നു പറയും. അപ്പോൾ ശാരി മനസ്സിലാലോചിക്കുക. പോയി പറയടാ, ഇനിയിപ്പോൾ നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നും അങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഞാനത് പറഞ്ഞിട്ടെന്താ ഒരു പേടിയില്ലാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? എന്താ കാര്യം എന്നും മനോഹർ ചോദിക്കുക. ഒന്നുമില്ല, എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നിനക്ക് പോയിക്കൂടറാ. ഞാൻ പോകും, അത് പറയാനാണ് ഞാൻ വന്നത്. അധികം വൈകാതെ തന്നെ ഇനി നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ പോവും. ഒന്ന് പോയി തൊലയടാ. നീ പോയാലേ എനിക്ക് സമാധാനമാവും. എൻ്റെ മോള് ഒരു പാവ. അവളുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോയാലേ എൻ്റെ മോളെ സമാധാനത്തോടെ ജീവിക്കും. ഞാനേ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലേ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. എന്നിട്ട് എന്നോട് ഒഴിഞ്ഞു പോകാൻ പറയുകയല്ലേ? പോകാം, ഞാൻ ഒഴിഞ്ഞു പോകാം. പക്ഷേ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നേരെ സരയുവിനോട് പറയുമെന്നും പറഞ്ഞ് മുകളിലേക്ക് പോവുക. ഈ സമയം പേടിയില്ലാതെ നിൽക്കുക ശാരി. അപ്പോൾ നമ്മുടെ മനോഹർ ആലോചിക്കുക, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു പേടിയില്ലാതെ ഇവർ നിൽക്കുന്നത് എന്താ? എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സരയുവിൻ്റെ അടുത്ത് നിന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നേരെ മുറിയിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ കട്ടിലിൽ കരഞ്ഞുകൊണ്ടിരിക്കുക സരയു. ഈ സമയം സരയു മനോഹറിൻ്റെ അടുത്ത് നിന്നിട്ട് മനോഹർ സരയുവിൻ്റെ അടുത്ത് നിന്നിട്ട് മോളു എന്നും പറഞ്ഞ് വിളിക്കുക. അത് കേട്ടതും മനോഹറിനെ തുറിച്ചു നോക്കിക്കൊണ്ട് സരയു ചാടി എഴുന്നേറ്റു. എന്ത് വേണം?
നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നും. എന്താ എന്താ മോളും എന്താ ഇങ്ങനെ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? ചതിക്കുക, എല്ലാവരും ചതിക്കുക. ഞാൻ വിശ്വസിക്കുന്നവർ മുഴുവനും എന്നെ ചതിക്കുക. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, ആരെയും. എല്ലാവരും കൊള്ളില്ല, എല്ലാവരും ചീത്തയാ, ആരും ശരിയല്ല, ഈ വീട്ടിൽ ആരും ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കാണിക്കുക. മോളിന് എന്താ പറ്റിയേ? ഞാൻ പോയിരുന്നു, അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നു. എന്തിനാ മോൾ അപ്പുറത്തെ വീട്ടിൽ പോയത്? ആ കല്യാണി അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ, എല്ലാം കൊണ്ടും അവൾ ജയിക്കുമല്ലേ, അതുകൊണ്ട് അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ പോയി. അതിനുശേഷം ആ വീട്ടിൽ ആരുമില്ലാന്ന് കണ്ട് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. കൃത്യസമയത്ത് ആ പിശാചെത്തി എൻ്റെ കരണത്തടിച്ചു. അടിച്ചത് മാത്രമല്ല, ഇവിടെ വന്നവൾ ചില സത്യങ്ങളും വിളിച്ചു പറഞ്ഞു, നമുക്കറിയാവുന്ന ആ സത്യങ്ങൾ. എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? താഴെ നിൽക്കുന്നവരെൻ്റെ അമ്മയല്ലാന്ന് അവരുടെ മുൻപിൽ വെച്ച് അവൾ വിളിച്ചു പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയാനാ? ഇതിനെല്ലാം കാരണക്കാരനായ എൻ്റെ അച്ഛനെന്ന് പറയുന്ന രാക്ഷസനെ ഞാൻ ആട്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി അവൻ ഈ വീട്ടിലേക്ക് കാല് കുത്തില്ല എന്നും നമ്മുടെ സരയു അത് കേട്ടതും, അപ്പോൾ വെറുതെ അല്ല ഞാനിത് പറയുമെന്ന് പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെ നിന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മനോഹർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയം ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നടന്നത് അവർക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ നമ്മളെ ചതിച്ചുകൊണ്ട് അവർക്ക് നേരത്തെ എല്ലാം അറിയായിരുന്നു മനുവേട്ടാ. അവരും മനസ്സിൽ കള്ളം വെച്ചുകൊണ്ട് നടന്നതല്ലേ. മോളു, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നീ മോളല്ലാന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റി കാണില്ല. ചതിക്കുമായിരുന്നു മനുവേട്ട. എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു. ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അച്ഛൻ, ഏറ്റവും കൂടുതൽ വിശ്വസിച്ച എൻ്റെ അമ്മ, എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു. നിങ്ങളും എന്നെ ചതിക്കുവാണോ മനുവേട്ട എന്നും ചോദിച്ചുകൊണ്ട് മനോഹറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു സരയു. പെട്ടെന്ന് സരയുവിൻ്റെ ആ ഭാവമാറ്റം മനോഹറിനെ പേടിപ്പെടുത്തി. പറ മനുവേട്ട, നിങ്ങളും എന്നെ ചതിക്കുവാണോ എന്ന്? നിങ്ങളും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണോ? നിങ്ങളും എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ലേ? പറ മനുവേട്ട, പറ, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു, പറ മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിനെ കുലുക്കി ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് സരയു ചോദിക്കുക. സരയു വിട് സരയു എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ പിടിപിടിപ്പിക്കുക. നീ എന്താ മോളെ സമനില തെറ്റിയ അവസ്ഥയിൽ കാണിക്കുന്നേ? എനിക്ക് ഈ ലോകത്ത് സ്നേഹിക്കാനും കൂടെ നിർത്താനും നീ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ നിന്നെ ചതിക്കുന്നതല്ല. നിന്നെ ഞാൻ സ്നേഹിക്കത്തേ ഉള്ളൂ. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. നിന്നോടുള്ള എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണ്, അതൊരിക്കലും മാറില്ല. ഇനി നിനക്ക് സമനില തെറ്റിയാൽ പോലും, നിനക്ക് ഭ്രാന്ത് പിടിച്ചാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകില്ല മോളെ. അത്രയ്ക്ക് ഈ ഹൃദയത്തിൽ നീ പതിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ തകർത്തഭിനയിക്കുക. അത് കേട്ടത് സരയു കണ്ണുനീർ തുടച്ച് മനോഹറിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീണ്ടും പൊട്ടിക്കരഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ട, എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ലോകത്ത് ആരുമില്ല എന്ന് ഓർത്ത് എനിക്കൊരു പേടി വരിക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് അറിയില്ല. മനുവേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ മനുവേട്ടനാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹറിനെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുക. ഇത് കണ്ടതും ഈശ്വര, ഇവൾക്ക് പാതി സമനില തെറ്റി. ഇനി മൊത്തത്തിൽ അങ്ങ് പോകാതിരിക്കണമെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങണം, ഇല്ലെങ്കിൽ ഇവളെന്നെ കൊല്ലും എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയം മനോഹർ സരയുവിനെ ആശ്വസിപ്പിച്ചിട്ട് താഴേക്ക് പോയി. അവിടെ ശാരി ഉണ്ടായിരുന്നു. എന്താടാ, അവളോട് പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളുടെ നിപ്പ് കണ്ടപ്പോഴേ അറിയായിരുന്നു അവളോട് നിങ്ങളെല്ലാം പറഞ്ഞു കാണുമെന്ന്. പക്ഷെ നിങ്ങളല്ല പറഞ്ഞത്, അപ്പുറത്തെ വീട്ടുകാരാ അല്ലേ? അതേടാ, എല്ലാം അവൾ അറിഞ്ഞു. ഇനിയിപ്പോൾ അവൾ അറിയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്നെക്കുറിച്ച്. നീ ഒരു വലിയ വഞ്ചകനാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി അവൾ നിന്നെ കൊല്ലും. അത്രയേ സംഭവിക്കൂ. എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ മരണം അടുത്തടാ. അതിനു മുമ്പേ ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് ചങ്ങലക്കിടാൻ പോകുന്നത് നിങ്ങളുടെ മകളെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോടാ. നീ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ എനിക്കുണ്ടായ ടെൻഷനുണ്ടല്ലോ. എൻ്റെ മോളൊരു പാവമാണ്, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അയ്യടാ, നിങ്ങളുടെ മകളെ ചങ്ങലക്കിടുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരണ്ടെങ്കിലേ ഞാൻ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ടി വരും. എടാ, അപ്പുറത്തുള്ളവളോട് എനിക്ക് ദേഷ്യമാണ്, പക്ഷേ എനിക്ക് ഒരേ ഒരു സന്തോഷമുണ്ട്. അപ്പുറത്തുള്ളവളും അവളുടെ കൂട്ടുകാരികളും കൂടെ ചേർന്ന് നിന്നോട് ചെയ്തില്ലേ, നിന്നെ പറ്റിച്ചില്ലേ? 2 ലക്ഷം രൂപയും 2 കോടി രൂപയും 10 കോടി രൂപ എന്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുത്തി വന്നല്ലോ. ആണ് പെൺവേഷം കെട്ടി വന്നത് കല്യാണിയുടെ മിടുക്കും ബുദ്ധിയും കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവളോട് ഒരുപാട് സന്തോഷം തോന്നിയടാ, ബഹുമാനം തോന്നി. അങ്ങനെയുള്ള പെൺകുട്ടികളെയാടാ നിനക്ക് കിട്ടേണ്ടത്. അതേ,
ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുമുണ്ട്, കരഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നിങ്ങളുടെ മോൾക്ക് മാത്രമേ ഭ്രാന്ത് പിടിക്കൂ. അത് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ എന്ന്. ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്ത് ഭ്രാന്ത് പിടിക്കാൻ? എൻ്റെ മോള് പകുതി ഭ്രാന്തിയായി കഴിഞ്ഞു. സാരമില്ല, ഇവനെപ്പോലെ ഒരു ദുഷ്ടനില്ലാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ ആ ജനലിൽ കൂടെ ഇങ്ങനെ കർട്ടൻ മാറ്റി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് കല്യാണി വന്നു. എന്താ കിരണേട്ടാ, എന്താ നോക്കുന്നേ? അപ്പുറത്തുള്ളവളെ ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞാനൊന്ന് ശ്രദ്ധിച്ചതാ. അവളാകെ സമനില തെറ്റി നിൽക്കുമായിരിക്കും കല്യാണി. ചിലപ്പോൾ അവളുടെ ഈ സമനില തെറ്റലുണ്ടല്ലോ, നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരും അവളെ സൂക്ഷിക്കണം, നമ്മുടെ മോനെ സൂക്ഷിക്കണം. അത് കേട്ടതും കിരണേട്ട, ആ ഗംഗാപ്രസാദും വിക്രമും ജയിലിൽ നിന്നും പരോളിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പോലും കിരണേട്ടൻ്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് പേടിയൊന്നുമല്ല കല്യാണി, പിന്നെ അവളുടെ സ്വഭാവം ഒരു വ്യത്യസ്ത തരവാ. എന്ത് റിസ്ക് എടുത്തും അവൾ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആണാണെങ്കിൽ എനിക്ക് അവളെ എന്തും ചെയ്യായിരുന്നു. പക്ഷെ അവളൊരു പെണ്ണായിപ്പോയി. കിരണേട്ടനെ എന്താ കരുതിയേ? എൻ്റെ മോനെ തൊട്ടതുകൊണ്ട് അവളെ അടിച്ചുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിട്ടുവെന്നോ? ഒരിക്കലുമില്ല. അടിച്ചു മാത്രമല്ല, കൊല്ലാനും എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ അവളിത് രണ്ടാമത്തെ പ്രാവശ്യം, 2-3 പ്രാവശ്യമേ അവൾ വരുന്നു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അടുത്തുനിന്ന് അവളെ ഞാൻ പിടിക്കുന്നത്. ഇനി അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരാളെ കൊല്ലേണ്ടി വരും. ജയിലിൽ പോയാലും കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുക തന്നെ ചെയ്യും. അവിടെ പിന്നെ ഒരാളുടെ മുഖവും ഞാൻ നോക്കില്ല. അറിയാലോ, സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരമ്മ എന്ത് ത്യാഗവും ചെയ്യും. അതുകൊണ്ട് അവൾ സൂക്ഷിക്കണം കിരണേട്ടാ. ഇനി അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ അവൾ ജീവനോടുണ്ടാവില്ല എന്നും കല്യാണി തറപ്പിച്ച് പറയുക. ഈ സമയം ഇതൊക്കെ കേട്ട് കിരണിനാകെ ടെൻഷനായി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. കാലിൽ നല്ല വേദനയുണ്ട്. കെട്ടൊക്കെ ഇട്ട് കാലൊക്കെ അമർത്തിക്കൊണ്ട് അമ്പലവാതിക്കയിലിരിക്കുക. നല്ല വേദനയുണ്ട് ചേട്ടാ, ഒരു അപകടം പറ്റിയതാ. ഭിക്ഷക്കാരുടെ ഒപ്പമാണ് കേട്ടോ ഭിക്ഷക്കാരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? നിങ്ങൾക്കറിയോ, എനിക്ക് 3 പെൺമക്കളാ. അഭിമാനത്തോടെയാ പ്രകാശന കാര്യം പറഞ്ഞതേ. 3 പെൺമക്കളും നല്ല നിലയിൽ തന്നെയാണ്. 2 പെൺമക്കൾ നല്ല നിലയിലാണ്. പിന്നെ രണ്ടാമത്തേന് കുറച്ച് ഇത്തിരി ഇതൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം 3 പേരും നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു കുറവുമില്ല. കാറിന് കാറ്, ബിസിനസ്സിന് ബിസിനസ്, ഭക്ഷണത്തിന് ഭക്ഷണം, എല്ലാം കൊണ്ട് സന്തോഷമുണ്ട്. മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുക. എനിക്കതിൽ തൃപ്തിയുണ്ട്. പിന്നെ എന്തിനാണ് താനിവിടെ ഒന്ന് ഭിക്ഷ എടുക്കുന്നേ? എൻ്റെ ചേട്ടാ, 3 പെൺമക്കളും നല്ല നിലയിലാണെന്ന് കരുതി കല്യാണം കഴിച്ചു കൊടുത്തു വിട്ട പെൺമക്കളുടെ വീട്ടിൽ പോയിരുന്ന് അവരെയും അവരുടെ കുടുംബക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്തായാലും അധ്വാനിച്ച് ജീവിക്കേണ്ടവനാണ് ഞാൻ. പക്ഷേ അധ്വാനിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാലൊടിഞ്ഞു, കാലിന് നല്ല വേദനയുണ്ട്. എവിടെയെങ്കിലും പണിക്ക് നിന്നാൽ എല്ലാവരും കാല് വയ്യാത്തവനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ഈ ഭിക്ഷ എടുക്കാനല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ചേട്ടാ ഇവിടെ വന്നിരുന്ന് ഭിക്ഷ എടുക്കുന്നത്. എൻ്റെ പെൺമക്കളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് അഭിമാനം തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ കല്യാണിയെയും കാർത്തികയെയും ഒക്കെ കുറിച്ച് ആലോചിക്കുക. ഈ സമയം പിച്ചക്കാരൻ പറയുക, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഉണ്ടായിരുന്നവരൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ ഭിക്ഷ എടുക്കുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അതേ കൃത്യസമയത്ത് നമ്മുടെ പ്രകാശം പറയുക, അതെ എൻ്റെ മക്കൾ ഇത് കണ്ട സഹിക്കില്ല. ഞാനിവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നത് കണ്ടാലേ അവർ ചിലപ്പോൾ എന്നെ കുറ്റം പറയും, വഴക്കു പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർത്തികയും നമ്മുടെ ലക്ഷ്മിയും കൂടെ വരികയാണ്. കാറിൽ നിന്നിറങ്ങിയ കാർത്തിക ഭിക്ഷ യാചിക്കാനിരിക്കുന്ന പ്രകാശനെ കണ്ട് ദേ അമ്മേ അങ്ങോട്ട് നോക്കിയേ. അപ്പോൾ പ്രകാശനെ കണ്ട് ലക്ഷ്മിക്കും കാർത്തികയ്ക്കും ഭയങ്കര സന്തോഷം വരിക. വാ മോളെ, എന്തായാലും നമ്മളെ ദൈവമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചത്, വാ എന്നും പറഞ്ഞുകൊണ്ട് 2 പേരും കൂടെ അങ്ങോട്ട് ചെല്ലുക. എടാ, ഈ ഭിക്ഷക്കാർക്കിടയിലിരിക്കാനും കൂടെയുള്ള യോഗ്യത നിനക്കില്ലടാ. അത്രയ്ക്ക് ദ്രോഹമാണ് നീ ചെയ്തു കൂട്ടിയത്. എന്തായാലും നീ ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലെത്തി. എവിടെടാ നിൻ്റെ മോനെവിടെ? രാജകുമാരനെ പോലെ വളർത്തിയ നിൻ്റെ മകൻ, അവൻ നിന്നെ രക്ഷിക്കുമെന്ന് നീ വലിയ വീരവാദം മുഴക്കിയല്ലോ. ഇപ്പം അവനെ കാണുന്നില്ലല്ലോ. അതൊക്കെ ഇപ്പം മറന്ന് ജീവിക്കാൻ ശ്രമിക്കുമോ? ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റായിരുന്നു. എടാ, നിൻ്റെ മകനെ നീ രാജകുമാരനായിട്ട് വളർത്തിയപ്പോൾ നിൻ്റെ പെൺമക്കൾ 3 പേരും രാജകുമാരികളായി. അത് നീ അറിയാതെ പോയല്ലോ പ്രകാശ. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക് നിൻ്റെ പെൺമക്കളെക്കുറിച്ച്. നിൻ്റെ അമ്മയുടെ മനസ്സ് മാറി നിൻ്റെ കാല് തല്ലി ഒടിച്ചപ്പോഴും നീ മാറിയില്ല. എന്നാലും നിന്നെപ്പോലൊരു ലോക ക്രിമിനൽ ഇവിടെ വേറെ ഉണ്ടാവില്ല. എന്തായാലും നീ അനുഭവിക്കേ.
ഭിക്ഷ യാചിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. അത്രയ്ക്ക് ദ്രോഹമാണ് നീ ചെയ്തു കൂട്ടിയത്, അത്രയ്ക്ക് ദ്രോഹം. എന്തായാലും നിൻ്റെ മകൻ പരോളിന് ഇറങ്ങുമല്ലോ, അപ്പം നോക്കാം നിന്നെ അവർ നോക്കുമെന്ന്. എന്തുമാത്രം പെൺമക്കളെ നീ വേദനിപ്പിച്ചിട്ടുണ്ടടാ. ആ പെൺമക്കളുടെയൊക്കെ കണ്ണുനീര് ശാപമാണ് ഇന്ന് നീ അനുഭവിക്കുന്നത് എന്നും ലക്ഷ്മി അവിടെ നിന്ന് പറയുന്നത് കേട്ട് ചങ്ക് തകർന്ന പ്രകാശൻ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നിഷ്കളങ്കമായി നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു